ഹലോ എവ്രിവൺ. ചേട്ടാ ചേച്ചി നമസ്കാരമുണ്ട് കേട്ടോ. കോയക്ക ഇങ്ങളുണ്ടായിരുന്നു, ഞമ്മള് കണ്ടില്ലാട്ടോ. അസ്സലാമലൈക്കും. പൂച്ചക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യമെന്നല്ലേ ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത്? എങ്കിൽ കേട്ടോളൂ, ഇനി കുറച്ചു കാലം ഈ പൂച്ച ഇവിടൊക്കെ തന്നെ കറങ്ങി നടപ്പുണ്ടാവും. നിങ്ങളോടൊപ്പം നമ്മളുടെ ഇല്ലന്മാരിൽ അമ്മിണിക്കുട്ടി ഓൺ ദി സ്പോട്ട് എന്ന പ്രോഗ്രാമുമായിട്ട് ചേർന്നത് RJ സ്മിത. നിങ്ങൾക്ക് ഈ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്യാപിറ്റൽ എവിടെയാണെന്നറിയാമോ? ഇല്ലെങ്കിൽ വേണ്ട. നല്ല കൊടംപുളി ഇട്ട് വെച്ച മീൻ കറിയുടെ കൂടെ നാടൻ കപ്പത ഇങ്ങനെ ഒരു പിടി പിടിച്ചല്ലേ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? അല്ലെങ്കിൽ അതും വേണ്ട. ക്യാൻ ഫിലിം ഫെസ്റ്റിവലില് നമ്മുടെ ആ സുന്ദരിക്കോത ഐശ്വര്യ റായ് ഇട്ടുകൊണ്ട് പോയ ഗൗണിന്റെ കളറെങ്കിലും ഏതാണെന്നറിയാമോ? ഇതൊന്നും അറിയത്തില്ലെങ്കിൽ എന്നോടൊപ്പം കൂടിക്കൊള്ളൂ. ഈ ലോകത്തിൽ സൂര്യന്റെ കീഴിലുള്ള എന്ത് കാര്യങ്ങളെ കുറിച്ചും നമുക്ക് കത്തിവെച്ചും സ്വര പറഞ്ഞും കൂട്ടുകൂടാം. ഇനി മുതൽ ലണ്ടൻ മലയാളം റേഡിയോയിൽ അമ്മിണിക്കുട്ടിയായിട്ട് ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. നിങ്ങളുടെ സ്വന്തം RJ സ്മിത. ഹലോ, എല്ലാ എന്റെ മാന്യ ശ്രോതാക്കൾക്കും വിനീതമായ നമസ്കാരം. ലണ്ടൻ മലയാളം റേഡിയോയുടെ ഓൺ ദി സ്പോട്ടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു. ഇത് വിശേഷങ്ങളുടെ ലോകമാണ്. വിശേഷങ്ങൾ ഒരിക്കലും അവസാനിക്കുന്ന ഓൺ ദി സ്പോട്ടിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി RJ സ്മിതയാണ് കൂടെയുള്ളത്. ഇന്നത്തെ ആദ്യത്തെ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് എല്ലാവരുമായി ഒരു കാര്യം പറയാനുണ്ട്. നാട്ടിൽ നമ്മുടെ മാലാഖമാർ, നമ്മുടെ നഴ്സുമാർ സമരത്തിലാണ്. അവർക്ക് വേണ്ടുന്ന ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്തുണ അറിയിച്ചുകൊണ്ട് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്നും അമ്മിണിക്കുട്ടിയും കൂടെ ചേരുന്നു. ആദ്യമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ലൈവിൽ വരണം എന്നൊക്കെ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊന്ന് ലൈവിൽ വന്ന് പറഞ്ഞാൽ പോലും അതിന്റെ ഒരു അറ്റത്ത് പോലും എത്തുകയില്ല. മാറേണ്ടത് നമ്മുടെ സമൂഹമാണ്. ഗവൺമെന്റ് അവർക്ക് വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഓൺ ദി സ്പോട്ടിന് തുടക്കം. കാരണം ഭൂമിയിൽ മാലാഖമാർക്ക് ചിറകില്ലാന്ന് നമ്മളെ പഠിപ്പിച്ചത് അവരാണ്. ആദ്യമായിട്ട് എന്നെ നിറമനസാലെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചത് അവരാണ്. ആദ്യമായിട്ട് ഞാൻ കരയുന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്നത് ഒരുപക്ഷെ എന്റെ അമ്മയെക്കാളും മുമ്പേ അവരാണ്. പനി വന്നപ്പോഴെല്ലാം താലോലിക്കാൻ ആ കൈകൾക്ക് ഒരു ക്ഷീണവുമില്ലായിരുന്നു. സൂചി കുത്തിയപ്പോൾ ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളൂ എന്ന് കള്ളം പറഞ്ഞവരാ. വേദനയേറ്റപ്പോൾ മിഠായിപ്പൊതി കാണിച്ചിട്ട് കണ്ണീരകറ്റിയവരാ. മുറിവുണങ്ങാൻ മരുന്നിന്റെ ഒപ്പം സ്നേഹം വെച്ച് കെട്ടിയവരാ. വഴിയേറ്റപ്പോഴൊക്കെയും മനസ്സ് തളരാതെ ചിരിപ്പിച്ചവരാ. രാത്രികളിൽ ഉറങ്ങാതെ ജീവന് വേണ്ടി കൂട്ടിരിക്കുന്നവരാ. ശ്വാസം നിലയ്ക്കുന്നത് വരെ നമ്മുടെ പ്രതീക്ഷകൾക്ക് ജീവൻ നൽകുന്നവരാ. ആഗ്രഹങ്ങളെ കുഴിവെട്ടി മൂടി അതിനു മുകളിൽ സഹനത്തിന്റെ മരം നടുന്നവരാ. കുഞ്ഞുങ്ങൾക്ക് അമ്മയായി, മുതിർന്നവർക്ക് കൂടപ്പിറപ്പായി, വാർദ്ധക്യത്തിൽ മക്കളായി, കരുണ കൊണ്ട് ലോകം കീഴടക്കുവാൻ നമ്മളെ പഠിപ്പിച്ചവരാ. ഭൂമിയിലെ ചിറകുകളില്ലാത്ത മാലാഖമാരാ. അങ്ങനെയുള്ള മാലാഖമാരെയാണ് ശരിക്കും ഇന്ന് സമരമുഖത്തിൽ നാം കാണുന്നത്. എന്നാൽ പോലും അവരുടെ ബേസിക് അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ പോരാടുന്നത്. ഫെയർ വേജസ് കിട്ടേണ്ട ഒരു സമൂഹമാണ് നഴ്സിംഗ് സമൂഹം എന്ന് പറയുന്നത്. എന്നാൽ ഫെയർ വേജസ് പോലും കിട്ടാത്ത സാഹചര്യത്തിൽ മിനിമം വേജസിന് വേണ്ടിയിട്ടാണ് അവർ പോരാടുന്നത് എന്നാലോചിക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നുന്നു. സോ അവരുടെ എല്ലാ സമരവും സക്സസ് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതില്ലാണ്ട് മലയാളം റേഡിയോ കൂടെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി RJ സ്മിത. കൊടിയൽ തൂമണി 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 പോൽ പുഞ്ചിരി നെഞ്ചിരി വീണലിയാതെ മാഞ്ഞൊഴിയാതെ നീ മറയാതെ. പുൽക്കൊടിയൽ തൂമണി 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 പോൽ പുഞ്ചിരി നെഞ്ചിരി വീണലിയാതെ മാഞ്ഞൊഴിയാതെ നീ മറയാതെ. പ്രിയമോടിതു ഞാൻ കരതാരിൽ കരുതിയെരിയും മരുഭൂവിൽ പല പാതകൾ താണ്ടുകയല്ലേ മെല്ലെ മെല്ലെ. ഒരു കാറ്റിലുമായി
തണൽ കാറ്റിലേതോ സാന്ധ്യ നിലാവിൽ കടൽ കാറ്റു വീശും ഏകാന്തരാവിൽ കിനാത്തോണി നീങ്ങും മോഹമായി ദൂരെ വിളിക്കുന്നു തീരം ചിലമ്പുച്ച പോലെ അരികിൽ അരികിൽ ചേർന്നണയാൻ ഇരുമനസ്സും കുളിരണിയേ ഇനിയും ഒരു പൊൻപുലരിയിൽ ശലഭമായി ഉണരാൻ ചേരുവാൻ ചായുവാൻ ആളുവാൻ ചിറകുകളില്ലാത്ത നമ്മുടെ സ്വന്തം മാലാകമാർക്ക് എല്ലാ ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ലണ്ടൻ മലയാളം റേഡിയോ ടീമും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിങ്ങളുടെ സമരം വിജയം കൊള്ളട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ ഒക്കെയും ഫലമാവട്ടെ, ഫലത്തിൽ വരട്ടെ എന്ന് തന്നുകൊണ്ടും ഇത് നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം മമ്മണിക്കുട്ടി ആർട്ടിസ്റ്റ് മീഡിയാണ്. നല്ലൊരു ഗാനം കൂടി നമ്മൾ കേട്ടു. ഇനി അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അടുത്ത വിശേഷം ലോകത്തിലെ ആദ്യ ATM മെഷീന് 50ാമത്തെ പിറന്നാളായിരുന്നു. ഈ കഴിഞ്ഞ ജൂൺ 27 ആദ്യ ATMനെ കുറിച്ച് നമുക്ക് കുറച്ചൊന്ന് അറിഞ്ഞിട്ട് വന്നാലോ. ലണ്ടനിലായിരുന്നു ഈ ഒരു ATM ആദ്യം സ്ഥാപിച്ചത്. ഏകദേശം ഒരു 50 വർഷങ്ങൾക്ക് മുൻപ് ഒരു ATM മെഷീനിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾ പണം പിൻവലിച്ചു. അതിന്റെ ഓർമ്മ പുതുക്കാൻ ലണ്ടനിലെ എൻഫീൽഡിലുള്ള ലോകത്തിലെ ആദ്യത്തെ ATM സ്വർണ്ണ നിറമങ്ങ് പൊതിച്ചു. പണമെടുക്കുവാൻ വന്നവർ ചുവപ്പ് പരവതാനിയിലൂടെ നടന്നു. ലണ്ടനിലെ എൻഫീൽഡിലുള്ള ബാർക്ലീസ് ബാങ്കിന്റെ ATMലാണ് ലോകത്തെ ആദ്യത്തെ ATM. സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനായ ഷെഫേർഡ് ബാരനാണ് 1967 ജൂൺ 27 ആദ്യത്തെ ATM കണ്ടുപിടിച്ചത്. ATMൽ നിന്ന് ആദ്യം തുക പിൻവലിച്ചത് ഇംഗ്ലീഷ് നടനായ റെഗ് വാർണിംഗ് ആണ്. 50ാം വാർഷികത്തിന്റെ ഓർമ്മ പുതുക്കിയ ആദ്യത്തെ ATMന് അന്ന് സ്വർണ്ണ നിറം കൊടുത്തിരുന്നു. കൂടാതെ ATM മെഷീന് മുമ്പിൽ ഒരു ചുവപ്പ് പരവതാനിയും വിരിച്ചിരുന്നു. ഇന്ന് ലോകത്ത് 3 മില്യൺ, ഏകദേശം 3 കോടി ATM മെഷീനുകൾ ഉണ്ടെന്നാണ് കണക്കുകൂട്ടൽ. ഇംഗ്ലണ്ടിൽ മാത്രം 70,000 ATM മെഷീനുകളുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ ഓൺലൈൻ പണമിടപാടുകൾ വ്യാപകമായെങ്കിലും പണം എല്ലാവരുടെയും ജീവിതത്തിൽ അഭിവാജ്യ ഘടകമാണെന്നതും ATMകളുടെ പ്രാധാന്യം കുറയുന്നില്ലെന്നും ബാർക്ലേസ് ബാങ്കിന്റെ കസ്റ്റമർ എക്സ്പീരിയൻസ് ആൻഡ് ചാനൽ മേധാവി റഹീൽ അഹമ്മദ് പറയുകയുണ്ടായി. ഏതായാലും നമ്മുടെ ആദ്യത്തെ മുത്തശ്ശന് 50 വർഷമായി ഈ മുത്തശ്ശന് വന്നിട്ട്. സോ ആദ്യത്തെ മുത്തശ്ശന് ഓർമ്മ പുതുക്കിക്കൊണ്ട് ഒരു സല്യൂട്ടൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഇനിയും വീണ്ടും അല്ലേ ATMൽ പണം പിൻവലിക്കാം. പക്ഷെ ആ പണമൊക്കെ പിൻവലിക്കുമ്പോൾ കുറച്ച് നമ്മൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും കൂടെ ഒക്കെ സേവ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ പറഞ്ഞു തന്നിട്ട് നമുക്ക് അടുത്ത ഗാനം കേൾക്കാവില്ല ലണ്ടൻ മലയാളം റേഡിയോ കൂടെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം മമ്മണിക്കുട്ടി RJ. മൂളിപ്പാട്ടും പാടി മുത്തിപ്പുണരും കാറ്റേ മുമ്പത്തെക്കാളും സുന്ദരം. മുകിലിൽ തട്ടിത്തൂവും മഴവിൽ ചന്തം കാണാൻ ഇന്നത്തെക്കാളും സുന്ദരം. അളവില്ലാ തിരയാകെ നുരച്ചിന്നുമ്പോ എവിടത്തെക്കാളും സുന്ദരം. മൂളിപ്പാട്ടും പാടി മുത്തിപ്പുണരും കാറ്റേ മുമ്പത്തെക്കാളും സുന്ദരം. മുകിലിൽ തട്ടിത്തൂവും മഴവിൽ ചന്തം കാണാൻ എന്നത്തെക്കാളും സുന്ദരം.
സുന്ദരം ആരും കേൾക്കാതോതും മൊഴികളോ സുന്ദരം അനുരാഗനിലാവിലൊരുമ്മ, പ്രണയാതുരനായി നടക്കാം. ഇത് നമ്മുടെ രാഗസരോവര തീരങ്ങൾ. പ്രിയ സംഗമ സന്ധ്യകൾ കാണാം, മധുചുംബനമുത്തു കൊരുക്കാം. ഇത് മോഹന രാഗ സരോവര തീരങ്ങൾ. ഹലോ, ഇതാരാ? എടൂ, ഇത് ഞാനാടോ, അഞ്ജലി. ഹലോ അഞ്ജലി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു. നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ UK-ലാ. ഓ, UK-ലോ? അപ്പൊ നിന്റെ മെഡിസിൻ പഠിത്തമൊക്കെ വേണ്ടാന്ന് വെച്ചോ? ഇല്ല, അതിനു വേണ്ടി തന്നെയാ ഞാനിങ്ങ് വന്നേ. എന്റെ എടോ, ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയി മടുത്തു. പുറത്തു പോയി പഠിക്കാന്ന് വെച്ചാ പൈസയുടെ കാര്യം ഓർക്കുമ്പോ എന്തായാലും നീ ഭാഗ്യവതിയാ. അതിന് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഞാൻ ഗ്ലോബൽ സ്റ്റഡി ലിങ്കിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ ഫോർവേഡ് ചെയ്തു തരാം, നീ ഒന്ന് നോക്ക്. ഗ്ലോബൽ സ്റ്റഡി ലിങ്ക്, എ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. ലളിതമായ വിസ പ്രോസസ്സിംഗിലൂടെ മിതമായ നിരക്കിൽ ഒരു ഡോക്ടർ എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ UK, ബൾഗേറിയ, പോളണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ 10 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. MBBS from Bulgaria is accredited by General Medical Council, UK. കൂടാതെ easy entry criteria, low living expense, makes you eligible to practice in UK. no need of IELTS and flap test. For more details, please contact 0203 5951 999. Visit globalstudylink.co.uk. Global Study Link. വളരെ മനോഹരമായ ഒരു ഗാനത്തോടൊപ്പം നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടില്ലേ. എന്നാൽ പിന്നെ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ, കൂടെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി RJ സ്മിത. അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും, ഈ സ്വന്തം അമ്മണിക്കുട്ടി എന്ന് എന്തിനാ എപ്പോഴും ഇങ്ങനെ പറയുന്നതെന്ന്. കാരണം നിങ്ങളാരും മറന്നു പോകരുതല്ലോ, അമ്മണിക്കുട്ടി നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തമാണ്, നിങ്ങളുടെ സഹോദരിയാണ്, ഒരുപക്ഷെ നിങ്ങളുടെ മകളായിരിക്കും, ഒരുപക്ഷെ എന്താ പറയുക, നിങ്ങളുടെ ഉറ്റ സുഹൃത്തായിരിക്കും. ഏത് വിധത്തിലും എന്നെ കാണാവുന്നതാണ്. ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് നിങ്ങളോട് കൂടെ ഉണ്ടാവും. അത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നതല്ലേ. ഏതായാലും അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കാം. അടുത്ത വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഏബ്രഹാം ലിങ്കണെ പറ്റിയാണ്. അദ്ദേഹം 21-ാമത്തെ വയസ്സിൽ കച്ചവടം നടത്തി അങ്ങ് പൊട്ടി പാളീസായ ഒരു വ്യക്തിയാണ്. 22-ാമത്തെ വയസ്സിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റു പാളീസായി. ഇനി 24-ാമത്തെ വയസ്സിലാണെങ്കിലോ വീണ്ടും അദ്ദേഹം ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി. പക്ഷെ അധികം താമസിക്കാതെ അതും 8 നിലയിൽ അങ്ങ് പൊട്ടി. പിന്നീട് അദ്ദേഹത്തിന്റെ 27-ാമത്തെ വയസ്സിൽ മാനസിക രോഗം ഉണ്ടാവുകയുണ്ടായി. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ കാമുകി മരിച്ചു. 34-ാം വയസ്സിൽ പാർലമെന്റ് ഇലക്ഷൻ തോറ്റുപോയി. 45-ാമത്തെ വയസ്സിൽ സെനറ്റിലേക്ക് ഉൾപ്പെട്ട മത്സരത്തിലും അദ്ദേഹം തോറ്റു. 49-ാമത്തെ വയസ്സിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിച്ച് തോൽക്കുകയുണ്ടായി. എന്നാൽ 52-ാം വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പൊ ഞാൻ എന്താ ഇത് പറഞ്ഞതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയായി നാം കാണണം. കാരണം ഇത് ഏബ്രഹാം ലിങ്കന്റെ കഥയാണ്. ഒരുപാട് തോൽവികൾക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറായ അമേരിക്കയെ നയിക്കാൻ, അമേരിക്കയുടെ പ്രസിഡന്റായി ഇന്നും നമ്മൾ എന്താ പറയുക ഏറ്റവും വലിയ ഭരണാധികാരി എന്ന് നമ്മൾ കാണുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ ഇത്രയും പരാജയങ്ങൾ പറഞ്ഞത്. അപ്പോൾ സാധാരണക്കാരായ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ പരാജയങ്ങൾ വരുമ്പോഴും അതിനെ നമുക്ക് എത്രത്തോളം മറികടക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഒരിക്കൽ ചാർലി ചാപ്ലിൻ ഒരു സദസ്സിൽ ഒരു തമാശ പറഞ്ഞു. അത് കേട്ട് ആളുകൾ ചിരിക്കുവാൻ തുടങ്ങി. ചാപ്ലിൻ അതേ തമാശ വീണ്ടും ആവർത്തിച്ചു. ഇത്തവണ കുറച്ച് ആളുകൾ മാത്രം ചിരിച്ചു. പിന്നെയും ചാപ്ലിൻ അതേ തമാശ വീണ്ടും പറഞ്ഞു. എന്നാൽ ഇത്തവണ ആരും ചിരിച്ചില്ല. അപ്പോൾ ചാപ്ലിൻ ഈ മനോഹരമായ വാക്കുകൾ പറഞ്ഞു: ഒരേ തമാശ കേട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഒരേ സങ്കടം ഓർത്ത് വീണ്ടും വീണ്ടും നിങ്ങൾ കരയുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക. ജീവിതം അത് മനോഹരമാണ്. ഏതായാലും നല്ലൊരു ഗാനം കൂടെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ജീവിതത്തിനെ ആസ്വദിച്ച് ആഘോഷം മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും കൂടെ നമ്മൾ ജീവിക്കുക എന്നും കൂടെ പറഞ്ഞിട്ട് നമ്മൾക്ക് നല്ലൊരു ഗാനം കേൾക്കാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ ഓൺ ദി സ്പോട്ടിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. എന്നെ
फलक देखो जमी देखो जहाँ देखो तेरा चेहरा वहीं देखो फलक देखो जमी देखो जहाँ देखो तेरा चेहरा वहीं देखो हर एक मंजर तेरा मंजर वो क्या मंजर जहाँ तुझको नहीं देखो फलक देखो जमी देखो जहाँ देखो तेरा चेहरा वहीं देखो किसने तराशा ये बदन मरमरी सा ये ख्वाबों भरी आंखें ये चेहरा परी सा है किसने तराशा ये बदन मरमरी सा ये ख्वाबों भरी आंखें ये चेहरा परी सा तू ही मेरा हासिल है तू ही आरज़ू बहारों को नज़ारों को सितारों को जो तू ना हो नहीं देखो फलक देखो जमी देखो जहाँ देखो तेरा चेहरा वहीं देखो छलकता है पलकों से ये कैसा नशा है नहीं होश में कोई क्या दिलकश समा है छलकता है पलकों से ये कैसा नशा है नहीं होश में कोई क्या दिलकश समा है तेरा नूर छाया है तेरा ही जुनून हो जाने अदा तेरे जैसा नहीं मुमकिन कहीं कोई हंसी देखो पलक देखो जमी देखो जहाँ देखो तेरा चेहरा वहीं देखो हर एक मंजर तेरा मंजर वो क्या मंजर जहाँ तुझको नहीं देखो ലണ്ടൻ മലയാളം റേഡിയോ ആസ്വദിക്കൂ ആഘോഷിക്കൂ
ഗൈസ്, വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം മണിക്കുട്ടി RJ സ്മിതയാണ്. അപ്പോൾ ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ എബ്രഹാം ലിങ്കന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നില്ലേ. അദ്ദേഹത്തിന് ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമ്മളെല്ലാവരും എന്താ പറയുക സൂപ്പർ പവർ എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന രാഷ്ട്രമായ അമേരിക്കയെ നയിക്കുന്ന പ്രസിഡന്റായിട്ട് അല്ലെങ്കിൽ ഇന്നും നമ്മുടെ മനസ്സിൽ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ ഭരണാധികാരികളിൽ ഒരാളായിട്ട് നമ്മുടെ മനസ്സിൽ കോറിയിട്ടിരിക്കുന്ന പേരിൽ ഒന്നാണ് എബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തിന്റെ പരാജയങ്ങളാണ് നമ്മൾ കേട്ടത്. എന്നാൽ ആ പരാജയങ്ങളെയൊക്കെ വകവെക്കാതെ അദ്ദേഹം 52-ാമത്തെ വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റായി എന്ന് പറയുമ്പോൾ നമ്മളിൽ ഓരോരുത്തർക്കും അതൊരു പാഠമാവണം. പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഇടയ്ക്കും ഒരാളെ മീറ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹം വളരെ വളരെ ദുഃഖിതനായിട്ടാണ് കാണപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിലാണ് എന്നെ പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ജീവിതമില്ല, മുന്നോട്ട് എൻ്റെ ജീവിതമെല്ലാം അടഞ്ഞിരിക്കുന്നു, വാതിലുകളൊക്കെ എൻ്റെ മുന്നിൽ കൊട്ടി അടച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കുകയുണ്ടായി. പക്ഷേ എനിക്കതിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ പെട്ടെന്ന് ഞാൻ എവിടെയോ വായിച്ചു മറന്ന കഥകൾ കണ്ണുടക്കിയ ഈ എബ്രഹാം ലിങ്കൻ്റെ കാര്യമാണ് ഓർമ്മ വന്നത്. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം മാറണമെന്നില്ല. അദ്ദേഹം മാറണം അല്ലെങ്കിൽ ആളുകൾ മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ അതിന് ഒരു ഊട്ടി ഉറപ്പിക്കണം. പരാജയം എന്ന് പറയുന്നത് വെറും ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് നിങ്ങൾ കാണണം. അതിൽ നിന്നുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടതിനെയൊക്കെ പിന്തള്ളി എനിക്ക് മുന്നിൽ ഒരുപാട് വലിയ കവാടങ്ങൾ തുറന്നു കിടപ്പുണ്ട്, അതിലേക്ക് ഞാൻ എത്തിപ്പെടും എന്നുള്ള ചിന്ത നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാവണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഏതായാലും അടുത്ത വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു കുഞ്ഞു കഥ പറയാൻ പോവുകയാണ്. അപ്പോൾ കഥകൾ ഇഷ്ടമില്ലാത്ത ആരും ഇല്ലല്ലോ അല്ലേ. ഏതായാലും അടുത്ത കഥ എന്താണെന്ന് ചോദിച്ചാൽ പറയാമേ. എല്ലാം അറിയാം, എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നടന്ന ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നേ. ഒരു ദിവസം അദ്ദേഹം തന്റെ കാറിൽ ഒരു യാത്ര പോയി. പെട്ടെന്ന് വഴിയിൽ വെച്ച് തന്റെ കാറിന്റെ വീലങ്ങ് പഞ്ചറായി. ഡിക്കിയിൽ നിന്നും സ്റ്റെപ്പിനെ എടുത്തുകൊണ്ട് വന്ന ശേഷം അദ്ദേഹം പഞ്ചറായ വീലിന്റെ നെറ്റുകൾ എല്ലാം അഴിച്ചു വെച്ചു. ഒരു ഓടയുടെ അടുത്താണ് അത് വെച്ചത്. നെറ്റുകൾ ഉരുണ്ട് ഓടയിൽ പോയി. അദ്ദേഹം ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിപ്പായി. എല്ലാം അറിയുന്ന മനുഷ്യൻ ഇനി 4 നെറ്റുകൾ വേണം കാറിൽ വീൽ പിടിപ്പിക്കുവാൻ. ഓടയിൽ വീണതാണെങ്കിൽ എടുക്കുവാനും പറ്റുന്നില്ല. വലിയൊരു കുഴിയാണ്. പുതിയ 4 നെറ്റ് വാങ്ങാൻ ഒരുപാട് ദൂരം ഇനി യാത്ര ചെയ്യുകയും വേണം. അവസാനം ഒന്നും നടപ്പില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം നടന്നു പോയി നെറ്റ് വാങ്ങുവാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഒരു കൊച്ചുകുട്ടി ഓടി വന്നിട്ട് ചോദിച്ചു എന്താണ് പറ്റിയതെന്ന്. അവന് തന്നെ സഹായിക്കാൻ പറ്റിയില്ല. പിന്നെ അവന് തന്റെ അത്രയും അറിവുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവന് നേരെ ഒന്ന് പുഞ്ചിരിച്ചു. മറുപടി കിട്ടാതെ വന്നപ്പോൾ കുട്ടി ഒന്നുകൂടി ചോദ്യം അദ്ദേഹം അവനോട് പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ കുട്ടി പറഞ്ഞു, ബാക്കിയുള്ള 3 വീലുകളിൽ നിന്നും ഓരോ നട്ട് വീതം അഴിച്ചെടുത്ത് ഈ വീലിൽ ഒന്ന് പിടിപ്പിച്ച അങ്കിളെ. എന്നിട്ട് വണ്ടി ഓടിച്ചു കൊണ്ടുപോയി പുതിയ 4 നെറ്റുകൾ വാങ്ങിയിട്ട് എല്ലാ വീലിലും ഓരോന്ന് വീതം ചേർത്ത് 4 എന്ന ക്രമത്തിലാക്കി നോക്കിക്കേ. അദ്ദേഹം ആദ്യം ചെയ്തത് അവനെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. കാരണം നമ്മുടെ അറിവുകൾക്ക് ഒരു പരിധിയുണ്ട്. നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും മറ്റുള്ളവരുടെ കണ്ണിൽ അങ്ങനെ ആയിരിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നതിനകത്തിൽ പലതും നമ്മളെ കൊണ്ട് സാധിക്കും. എന്നാൽ അതിന് നമ്മളുടെ പ്രവൃത്തി അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവർക്കും കൂടി വേണ്ടി ഉപയോഗപ്രദമാക്കണം എന്നുള്ളത് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ലൊരു ഗാനം കൂടെ കേട്ടിട്ട് തിരിച്ചു തരാം. കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ആരോ പാടുന്നു ദൂരെ ആത്മാവിൽ നോവുള്ള പോലെ ഈരമുളം തണ്ടിൽ നിശ്വാസമോടെ പ്രാണന്റെ സംഗീതം ചേരുന്ന പോലെ ഓർമ്മ വന്നൊരുമ്മ തന്ന പോലെ പാടുന്നു ദൂരെ
കടങ്കഥയല്ലേ ഉത്തരമൊന്നു തേടും മനമൊത്തിരി ഓടുകയില്ലേ പൂത്തുലഞ്ഞ വസന്തമായി വന്നു ചേരുകില്ലേ പുഞ്ചിരി ചൂടുകയില്ലേ അതിലശുഗണങ്ങളും ഇല്ലേ സുന്ദര സന്ധ്യകളില്ലേ അവ പൂരിരുളാവുകയില്ലേ സുഖസങ്കട സംഗമമുള്ളൊരു വാഹിനി നീ. ആരോ പാടുന്നു ദൂരെ ആത്മാവിൽ നോവുള്ള പോലെ മോഹനവീണമൂളും സതിരാടിയ നാളുകളിൽ നേരിയ നുംബരങ്ങൾ വിരലോടിയ നാദവുമില്ലേ ഹർഷമെന്ന ഹേമന്തമോ വിഞ്ഞലാവുകില്ലേ മൂകത എന്ന മരാളോ ചില നേരമുറുമുകയില്ലേ ആരോ പാടുന്നു ദൂരെ ഈരനുളം തണ്ടിൽ നിശ്വാസമോടെ സംഗീതം ചേരുന്ന പോലെ ഓർമ്മ വന്നൊരുമ്മ തന്ന പോലെ ആരോ പാടുന്നു ദൂരെ നാടിന്റെ ചിന്തകൾ വരാത്ത ആരെങ്കിലും ഇക്കൂട്ടത്തിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിപ്പുണ്ടോ? എനിക്ക് എപ്പോഴും എൻ്റെ നാടിനെ കുറിച്ച് ഓർമ്മ വരും, വല്ലാത്ത സങ്കടമൊക്കെ വരും. വീട്ടിൽ വിളിക്കുമ്പോഴാണെങ്കിൽ ചില സമയത്ത് മഴയൊക്കെ പെയ്യുന്നതാണെങ്കിലും ഓർക്കുമ്പോൾ എന്തല്ലേ ഇടവപ്പാതി മഴയും ആ കർക്കിടക മാസവും തുലാമാസവും എല്ലാം നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ടതായിരുന്നു. അങ്ങനെ നാട്ടിലെ നൊസ്റ്റാൾജിക് ഫീലിംഗ് അടിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ ഈ കൂട്ടത്തിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരു കാര്യം കൂടെ ചോദിച്ചോളട്ടെ. 1960-നും ഒരു 90-നും ഇടയ്ക്ക് ജനിച്ചവർ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ശരിക്കും അതിനിടയ്ക്ക് ജനിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു എന്താ പറയുക, ഒരു അതിയായ ഒരു ആത്മവിശ്വാസമുണ്ട് നമ്മളൊക്കെയും ഭാഗ്യമുള്ളവരാണെന്ന്. എന്നാൽ അത് കഴിഞ്ഞ് ജനിച്ചവർ ഭാഗ്യമില്ലാത്തവരാണെന്നല്ല, അവർ വേറൊരു തലത്തിലാണ് ഭാഗ്യം ചെയ്തവർ. എന്നാൽ നമ്മളെപ്പോലുള്ളവർ ഈ 1960-നും 90-നും ഇടയ്ക്ക് ജനിച്ചവർ ഭാഗ്യമുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞതിന് കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ഒരിക്കലും ചുമട്ട് തൊഴിലാളികളെ പോലെ പുസ്തകക്കെട്ടും ചുമലിൽ തൂക്കി സ്കൂളിൽ പോയിട്ടില്ല, ശരിയല്ലേ? സ്കൂൾ വിട്ട് വന്ന ശേഷമാണെങ്കിലോ സന്ധ്യയാകും വരെ നമ്മൾ പറമ്പിലും മൈതാനത്തും വയലുകളിലും ഒക്കെ നമ്മൾ കൂട്ടുകാരോടൊപ്പം കളിച്ചിട്ടില്ലേ? നമ്മളാണെങ്കിൽ യഥാർത്ഥ സ്നേഹിതർക്കൊപ്പമായിരുന്നു കളിച്ചിരുന്നത്. ഇന്നത്തെ പക്ഷെ തലമുറയിലുള്ളത് മുഴുവൻ നെറ്റ് ഫ്രണ്ട്സ് അല്ലേ, ഇന്റർനെറ്റ് ഫ്രണ്ട്സ് മുഴുവനും. പക്ഷേ ഇനി നമുക്ക് ദാഹിക്കുന്ന ഒരു സമയത്തോ ഏതെങ്കിലും ഒരു കിണറ്റിന്റെ കരയിൽ ചെന്ന് വെള്ളം കോരി കുടിക്കുമായിരുന്നു. അല്ലാതെ ഇന്നത്തെ പോലെ കുപ്പിയിലെ വെള്ളമോ അല്ലെങ്കിൽ മിനറൽ വാട്ടറോ ഒന്നും അല്ലല്ലോ നമ്മൾ കുടിച്ചെന്ന്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനവും ഉണ്ടായിരുന്നു. ഇന്നത്തെ കൂട്ട് ഇത്രയും അസുഖങ്ങളൊന്നും അന്ന് ലോകത്തിൽ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു ചക്കര മിഠായി അല്ലെങ്കിൽ ഒരു ഐസ് സ്റ്റിക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു അരിയുണ്ട അല്ലെങ്കിൽ പലഹാരം 4 പേരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളൊക്കെയും അന്ന് ജീവിച്ചിരുന്നത്. ഒരു കരിമ്പ് 4 പേർ കടിച്ചു തരുന്ന ഒരു സന്ദർഭം നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം.
ആർക്കും ഒരു ഇൻഫെക്ഷനോ ഒരു അസുഖമോ ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ ആ കൂട്ടരെന്തല്ലോ വയറ് നിറയെ 3-4 നേരം ആഹാരം കഴിച്ചിട്ടും ആരും ഒരു പൊണ്ണത്തടിയന്മാരായിട്ടില്ലല്ലോ, ഉണ്ടോ? ഇന്നത്തെ കുട്ടികൾ ബർഗർ, പിസ്സ ഇതൊക്കെ കഴിച്ച് ഫാറ്റ് ഫുഡ്സ്, ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ചിട്ട് അവരല്ലോ എങ്ങനെയാ പറയുന്നത്, അവർക്ക് ആരോഗ്യവുമില്ല, അവർ തടിമാടന്മാരായിട്ട് വരികയുമാണ്. തടിയുള്ള കുട്ടികളെ ഞാൻ കളിയാക്കി പറയുന്നതല്ല കേട്ടോ. തീർച്ചയായിട്ടും ഞങ്ങളുടെ സൗഭാഗ്യങ്ങൾ, അന്നത്തെ ആ ഒരു സൗഭാഗ്യങ്ങൾ നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഏതായാലും ചെരുപ്പിടാതെ ഊരെല്ലാം നമ്മൾ ചുറ്റിയിട്ടുണ്ടല്ലേ. നമുക്ക് അസുഖം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. നമ്മളുടെ ദിനചര്യകൾ തെറ്റിച്ചാലും നമ്മൾ അന്ന് ഹെൽത്തി ആയിരുന്നു. എത്ര മഴ നനഞ്ഞാലും വെയിൽ കൊണ്ടാലും നമുക്ക് പനി വരുമായിരുന്നില്ല. വല്ലപ്പോഴും ഒന്ന് വന്നാലായി, ഇല്ലെങ്കിലില്ല. ഞങ്ങൾ കളിപ്പാട്ടങ്ങൾ സ്വയം ഉണ്ടാക്കി കളിക്കുമായിരുന്നു. 10 വരെ ഞങ്ങൾ അച്ഛനന്മാരുടെ പൂർണ്ണ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ് കഴിഞ്ഞത്. വല്ലപ്പോഴും ഞങ്ങൾ അസുഖം വരുമ്പോൾ ആശുപത്രിയിൽ പോകുമായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനും ഇന്നത്തെ പോലെ നമ്മൾ പോകുമായിരുന്നില്ല. ഞങ്ങൾക്കന്ന് മൊബൈലോ DVD പ്ലെയറോ അല്ലെങ്കിൽ എന്താ പറയുക പ്ലേ സ്റ്റേഷനോ എക്സ്ബോക്സോ ഇൻ്റർനെറ്റോ PC-യോ ചാറ്റിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് നമുക്ക് യഥാർത്ഥ സുഹൃത്തുക്കൾ മാത്രം, യഥാർത്ഥ സൗഹൃദങ്ങൾ. ഞങ്ങൾ സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ അവർ വിളിക്കാതെ തന്നെ കടന്നു ചെല്ലുമായിരുന്നു. അവർക്കൊപ്പമായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങുന്നത്. അവരെ മുൻകൂട്ടി വിളിച്ച് അപ്പോയിൻമെൻ്റ് ഒന്നും നമ്മൾ എടുക്കാറില്ലായിരുന്നു. അതൊരു അവിസ്മരണീയമായ കാലഘട്ടമായിരുന്നു അല്ലേ? ആ ഒരു കാലം ഇനി ഉണ്ടാകുമോ? ഓർമ്മകൾക്കൊക്കെ എന്ത് സുഗന്ധമാ! ബാല്യകാലത്ത് പങ്കിട്ട നൊമ്പരങ്ങളും കയ്പുകളും ഇന്ന് നമ്മൾ ഓർമ്മിക്കുമ്പോൾ എത്ര മധുരമുള്ളതല്ലേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും ഇതൊന്ന് പങ്കുവച്ചത്. എനിക്ക് ആ മധുരമുള്ള ഓർമ്മകൾ നിങ്ങളോടൊന്ന് പങ്കുവച്ചിട്ട് നിങ്ങളെ കൂടെ ഒന്ന് നൊസ്റ്റാൾജിക് ആക്കണം തോന്നി. ഏതായാലും നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതില്ലാണ്ട് മലയാളം റേഡിയോ ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി, ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി, സമയമാം യമുനയോ പിറകിലേക്കൊഴുകിയോ, മധുരമാണിനാദം മാടി വിളിക്കുന്നു. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി, ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി. ബാല്യമെന്ന തീരം മേലേ വാനിൻ മേലേ സ്നേഹമാകും താരം, പൂനിലാവിൻ രാസലീല ആടിടുന്നു മേഘമാല, മുരളി സംഗീതം ദൂരെ. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി, ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി. പാടി 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 ആശയാമ്രാ പാടി, തേടി നിന്റെ നെഞ്ചിൽ
വന്നു ഈ വിശാലമായ മാറിൽ താമരത്തൂ മെത്ത തീർക്കും വേണുവിൻ ഗാനം ദൂരെ ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി സമയമാം യമുനയോ പിറകിലേക്കൊഴുകിയോ മധുരമണിനാദം മാടി വിളിക്കുന്നു. ലണ്ടൻ മലയാളം റേഡിയോയുടെ ഓൺ ദി സ്പോട്ടിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. വിശേഷങ്ങളുടെ ലോകത്ത് നമ്മളിങ്ങനെ തോണിയൊക്കെ തുഴഞ്ഞിങ്ങനെ നടക്കുകയായിരുന്നു. നാട്ടിലെ വിശേഷങ്ങളൊക്കെ കേട്ടിട്ട് 1960-നും 90-നും ഇടയ്ക്ക് ജനിച്ച എല്ലാവരുടെയും നോസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ ഞാനൊന്ന് പോക്ക് ചെയ്തിട്ടാണ് വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത്. ഏതായാലും ഇനിയും പറയാൻ പോകുന്നത് മാതാപിതാക്കളായ നമ്മളോടാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ശ്രോതാക്കളായ നിങ്ങളോടാണ് എനിക്ക് കാര്യം പറയാനുള്ളത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ പണത്തിൻ്റെ മൂല്യം അറിയിച്ചു വേണം കുഞ്ഞുങ്ങളെ വളർത്തുവാൻ. ചില പ്രധാന ജീവിത രീതികൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അർത്ഥപൂർണ്ണം കൃത്യതയുമാർന്ന ജീവിതം നയിക്കുവാൻ ഇതവരെ പ്രാപ്തരാക്കും. അത്തരത്തിലൊന്നാണ് പണത്തിന്റെ മൂല്യവും അതിന് കൈകാര്യം ചെയ്യലിനെ കുറിച്ചും കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. കുട്ടികൾക്ക് മുന്നിൽ വെച്ച് സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന രീതി ഈ അടുത്ത കാലം വരെയും ഇന്ത്യൻ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ അകറ്റി നിർത്തരുത്. അവരെ സമാധാനത്തോടെ വളരുവാൻ അനുവദിക്കുന്ന ഒന്നാണ് മാതാപിതാക്കളുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതികളെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാതാണ് പല കുട്ടികളും വളർന്നു വരുന്നത്. എത്ര പണം അവർക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നുവെന്നോ എന്തിനൊക്കെ ചെലവഴിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യവും കുട്ടികൾക്ക് ഒരു ധാരണയും ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ എന്താണ് ബാങ്കെന്നോ അവിടെ ചെയ്യുന്നത് എന്താണെന്നോ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും കുട്ടികൾ അജ്ഞരായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തിക അച്ചടക്കത്തിന്റെ ആദ്യ പാഠങ്ങൾ കുട്ടികൾക്ക് കുടുംബത്തിൽ നിന്ന് ലഭിക്കാറില്ലെന്ന് മാത്രമല്ല സ്കൂളുകളിലും ഇക്കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്ന സമ്പ്രദായവും നിലവിലില്ല. അപ്പോൾ പിന്നെ പണത്തെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നവരായി വേണം കുട്ടികൾ വളർന്നു വരുവാൻ എന്ന് നമുക്ക് എങ്ങനെ പഠിക്കാനാവും? തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക എന്നത് വളരെ വലിയൊരു സത്യമാണ്. എന്നാൽ മുതിർന്നവരും മാതാപിതാക്കളും എന്ന നിലയിൽ പണം കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നത് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? ജീവിതത്തിന് അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്നാണ് പണം. പണത്തിന്റെ മൂല്യത്തെക്കുറിച്ചും അത് സമ്പാദിക്കുന്നതിനെ കുറിച്ചും കുട്ടികൾക്ക് എത്ര നേരത്തെ പറഞ്ഞു കൊടുക്കാമോ അത്രയും നേരത്തെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സാമ്പത്തിക അച്ചടക്കമുള്ളവരായി കുഞ്ഞുങ്ങൾ വളർന്നു വരും. മാത്രമല്ല ചെറുപ്പം മുതൽക്ക് തന്നെ പണത്തോട് ബഹുമാനമുള്ളവരും അത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരുമായി അവർ മാറും. സാമ്പത്തിക അച്ചടക്കമുള്ളവരായി കുട്ടികളെ വളർത്തുവാനുള്ള ചില സന്ദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഞാനിത് പറയാം. കുട്ടികൾ സ്കൂളിൽ ഗണിതപാഠം ആരംഭിക്കുമ്പോൾ തന്നെ പണത്തിന്റെ മൂല്യത്തെക്കുറിച്ച് അവരെ വീട്ടിൽ പഠിപ്പിച്ചു തുടങ്ങുക. പണത്തിന്റെ മൂല്യത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാകും വിധത്തിലുള്ള കളികൾ നിർദ്ദേശിക്കുക. പണം എന്തിനാണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നെല്ലാം ഇതിലൂടെ അവർക്ക് മനസ്സിലാവും. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുവാൻ അവർക്ക് അങ്ങനെയുള്ള പിഗി ബാങ്കുകൾ, അതായത് പിഗി ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഈ പന്നിക്കുട്ടിയുടെ ആകൃതിയിലുള്ള ഒരു കുടുക്കൊക്കെ ഇല്ലേ, അതൊക്കെ സമ്മാനിക്കുക. പണം സൂക്ഷ്മതയോടെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് പഠിക്കുവാൻ ഈ ഒരു സമ്മാനം അവരെ പഠിപ്പിക്കും. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഇത്ര പണം പിഗി ബാങ്കിൽ നിക്ഷേപിക്കുവാൻ കുട്ടികൾക്ക് നിർദ്ദേശം നൽകാം. അല്ലെങ്കിൽ നിശ്ചിത മൂല്യമുള്ള നാണയങ്ങൾ നിക്ഷേപിക്കുവാനും ആവശ്യപ്പെടാവുന്നതാണ്. മുൻകൂട്ടി നിശ്ചയിച്ച ദിവസം തന്നെ പിഗി ബാങ്കുകൾ തുറക്കുക. എത്ര പണമുണ്ടായിരുന്നുവെന്ന് എണ്ണി തിട്ടപ്പെടുത്തുക. പിഗി ബാങ്ക് തുറക്കുന്നതിന്റെ ചിത്രങ്ങൾ പകർത്തുകയോ വീഡിയോ എടുക്കുകയോ ഒക്കെ ചെയ്യാം. സമ്പാദ്യത്തിന്റെ സന്തോഷം ഓർമ്മയിൽ നിർത്തുവാൻ ഇവ കുഞ്ഞുങ്ങളെ സഹായിക്കും. രേഖകൾ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഇത് സഹായിക്കും. കുട്ടിക്ക് ബാങ്കുമായി പരിചയമുണ്ടാക്കുക. കുട്ടികളെ ബാങ്കിൽ കൊണ്ടുപോവുകയും അവരുടെ പേരിൽ സേവിങ്സ് അക്കൗണ്ട് ആരംഭിക്കുകയും ചെയ്യുക. ബാങ്കിലുള്ളവരുമായി സംസാരിക്കുവാനും നടപടികളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഒക്കെ അവരെ അനുവദിക്കുക. അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ മേൽനോട്ടത്തിൽ ആഴ്ചയിലോ മാസത്തിലോ ഒരു നിശ്ചിത തുക അക്കൗണ്ടിൽ നിക്ഷേപിക്കുവാൻ അവരോട് ആവശ്യപ്പെടുക. സ്വന്തം പേരിൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാകുന്നതും അതിൽ നിക്ഷേപിക്കുന്നതും കുട്ടികളിൽ അഭിമാനബോധം വളർത്തുവാൻ സഹായിക്കും. മാത്രമല്ല സമ്പാദ്യശീലം വളരുവാനും ഇത് അവരെ പ്രോത്സാഹിപ്പിക്കും. സ്വന്തമായി ഷോപ്പിംഗ് നടത്തുവാൻ അവരെ അനുവദിക്കുക. ഷോപ്പിങ്ങിന് പോകുമ്പോൾ കുട്ടിക്കായി ചെലവഴിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പണം അവരെ തന്നെ ഏൽപ്പിക്കുക. സാധനങ്ങൾ വാങ്ങാൻ കുട്ടികളെ അനുവദിക്കുക.
അവർ പണം ഏതു തരത്തിൽ ചെലവഴിക്കുന്നവരാണ് എന്ന് നിരീക്ഷിക്കുക. കൊടുത്ത പണത്തിൽ കൂടുതൽ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുക. ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുവാനും ശ്രദ്ധാപൂർവം പണം ചെലവഴിക്കുവാനും പറഞ്ഞു കൊടുക്കുക. കുട്ടിക്ക് പണം പണമായി തന്നെ നൽകുക. കുട്ടികൾക്ക് ഷോപ്പിങ്ങിന് ക്രെഡിറ്റ് കാർഡ് നൽകാതിരിക്കുക. കാരണം തത്സമയം കയ്യിൽ പണമില്ലെങ്കിലും ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ് ക്രെഡിറ്റ് കാർഡുകൾ. നാം ഉപയോഗിച്ച സൗകര്യത്തിന് പിന്നീട് അധിക തുക നൽകേണ്ടിയും വരും. അതുകൊണ്ട് കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന പണം കൊണ്ട് ഷോപ്പിംഗ് നടത്തുവാൻ കുട്ടികളെ പഠിപ്പിക്കുക. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗം നാം അക്കാര്യത്തിൽ അവർക്ക് മാതൃകകളാവുക എന്നത് മാത്രമാണ്. പണം ശ്രദ്ധാപൂർവം ചെലവഴിക്കുകയും സമ്പാദിക്കുകയും ചെയ്യുന്നതിന് നാം കുട്ടികൾക്ക് ഉദാഹരണങ്ങളാകുക. മുകളിൽ ഞാനിപ്പോൾ നിർദ്ദേശിച്ച എല്ലാ കാര്യവും വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ വളരെ ഉത്തരവാദിത്തപൂർവമായി പണം കൈകാര്യം ചെയ്യുവാൻ അവരെ പഠിപ്പിക്കുന്നവയുമാണ്. ഏതായാലും ഈ ഒരു വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ള വിശ്വാസത്തിൽ നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓൺ ദി സ്പോട്ടിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ഉമ്മണിക്കുട്ടിയാണ് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാലെ നിൻ ഈറൻ മുടി ചേരുന്നീതൻ മേലാകവേ, നീളുന്നൊരീ മൺപാതയിൽ തോളോടു പോയിലയോ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ. ഇടറാതെ ഞാനാ കയ്യിൽ കൈ ചേർക്കവേ, മയിൽ പീലി പാളും പോലെ നോക്കുന്നുവോ, തണുക്കാതെ മെല്ലെ ചേർക്കും നേരത്തു നീ വിറയ്ക്കുന്നു. നെയ്യും മാറും വേറെന്തിനോ ആശിച്ചു ഞാൻ തോരാത്തൊരീ മൂടട്ടെ നാം. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ. കുടത്തുമ്പിലൂറും നീർപോൽ കണ്ണീരുമാ, വിട ചൊല്ലി മുഖം നീയും മാഞ്ഞിടവേ, കാറൊഴിഞ്ഞ വാനിൻ ദാഹം തീർന്നിടവേ, വഴിക്കോണിൽ ശോകം നിൽപ്പൂ ഞാനേകനായി, നീയെത്തുവാൻ മോഹിച്ചു ഞാൻ, മഴയെത്തുമാ നാൾ വന്നിടാൻ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാലെ നിൻ ഈറൻ മുടി ചേരുന്നിതൻ മേലാകവേ, നീളുന്നൊരീ മൺപാതയിൽ തോളോ
പൂത്തോ പോയിലയോ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന സംഗീതം ആസ്വദിക്കാനാവാത്ത മനുഷ്യരുണ്ടോ? അതെ, സംഗീതം ഏതു മനസ്സുകളെയും ആർദ്രമാക്കുന്നു. താള സ്വരലയങ്ങളുടെ വിസ്മയ ലോകത്തേക്ക് അത് ശ്രോതാവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അത് ഭക്തി തുളുമ്പുന്ന ആത്മീയ ഗീതങ്ങളാകുമ്പോഴോ എത്രയധികമാകും ശ്രോതാവിൻ്റെ അനുഭൂതി. അതെ, നിങ്ങൾ കാത്തിരുന്ന ആത്മീയത നിറഞ്ഞു തുളുമ്പുന്ന അതിസുന്ദര ഗാനങ്ങളുമായി ഇടയഗീതം. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ. നിങ്ങളുടെ ലണ്ടൻ മലയാളം റേഡിയോയിൽ എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ ഇടയഗീതം. ലണ്ടൻ മലയാളം റേഡിയോ. വീണ്ടും എല്ലാവർക്കും തിരിച്ചു വരാം. ഇതിൽ ലണ്ടൻ മലയാളം റേഡിയോ കൂടെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി RJ സ്മിതയായിരുന്നു. നിങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ഓൺ ദ സ്പോട്ടിന്റെ മറ്റൊരു എപ്പിസോഡായിരുന്നു. ഇത്രയും നേരം വിശേഷങ്ങളുടെ ലോകത്തേക്ക് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നതിന് എല്ലാ നന്ദി ഞാൻ കരയിട്ടിക്കൊള്ളുന്നു. കാരണം നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട്. നിങ്ങളൊന്നുമില്ലാതെ എനിക്ക് എങ്ങും എത്തുവാൻ കഴിയില്ല. ഇത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ സമയം നോക്കുക. എനിക്ക് പോകാനുള്ള നേരമായി. ഇപ്പോൾ പോയാലേ ആ ബസ് കിട്ടത്തുള്ളൂ. ബസ് കിട്ടിയാലേ എനിക്ക് കറക്റ്റായിട്ട് വീട്ടിലെത്താൻ കഴിയുള്ളൂ. വീട്ടിലെത്തിയാലേ ഞാൻ സുരക്ഷിതമാവുകയുള്ളല്ലോ അല്ലേ. ഏതായാലും നിങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ ഉത്തരവാദിത്തമുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഷോ വൈൻഡ് ചെയ്യാനുള്ള നേരമായി. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോകാം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾക്ക് എങ്ങും എത്തുവാൻ കഴിയില്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ RJ സ്മിത എല്ലമാതുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് കമൻറ്റ്, വോൾ പോസ്റ്റ്, മെസ്സേജസ് ഒക്കെ അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഇമെയിൽ ID smita@live.com എന്നുള്ളതാണ്. ഏതായാലും നിങ്ങളുടെ ഇനിയുമുള്ള സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്കിനുള്ളത് നിർത്തുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. എന്ത് വാക്കുകൾ? കാരണം അത് കേട്ടയാൾക്ക് പൊറുക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് മറക്കുവാൻ സാധിക്കണമെന്നില്ല. പറയുന്നത് മുഴുവൻ അറിയുന്നത് നല്ലതാണ്. പക്ഷെ അറിയുന്നത് മുഴുവൻ അങ്ങ് പറയുന്നത് അത്ര നല്ലതല്ല. നല്ല വാക്കും പുഞ്ചിരിയുമാണ് മറ്റുള്ളവർക്ക് നൽകാവുന്ന ഏറ്റവും വിലയേറിയ നല്ല സമ്മാനങ്ങൾ. ഒരു വൃക്ഷം അറിയപ്പെടുന്നത് അതിന്റെ ഫലത്തിന്റെ പേരിലാണ്. ഒരു മനുഷ്യൻ അറിയപ്പെടുന്നത് അവന്റെ പ്രവൃത്തിയുടെ പേരിലും. പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിന് വേണ്ടി തോറ്റുകൊടുക്കുന്നത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവും ഏറ്റവും വലിയ സന്തോഷവും. ജാതി നോക്കുന്നവരോട് കൂട്ടുകൂടരുത്. കൂട്ടുകൂടിയവരുടെ ജാതി നോക്കുകയും ചെയ്യരുത്. കഴിവുള്ളവന് ഉയരത്തിലെത്തുവാൻ കഴിയും. പക്ഷെ സ്വഭാവ ഗുണമുള്ളവനെ അതെന്നും നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ. കടപ്പാടുകൾ നിറവേറ്റുവാൻ തുടങ്ങുമ്പോഴാണ് കഷ്ടപ്പാടുകൾ എന്താണെന്ന് നാം തിരിച്ചറിയാൻ തുടങ്ങുന്നത്. എല്ലാം നൽകിയ ദൈവത്തിന് നന്ദിയുള്ളവരാവുക. ഇന്നത്തേക്കിന് ഈ ഷോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി. നന്ദി, നമസ്കാരം. കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി, കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി. താനന 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 താനന. നെറുകയിലിളവയിൽ തഴുകിയ താമര മലരു പോലോ മനെ, തളരുമൊരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ. അരികിൽ നീ കൊഞ്ചും നാദമായി, മടിയിൽ നീ തങ്കത്താലമായി, തെളിയുക പ്രിയമൊരു പുലരൊളി പുഞ്ചിരിയാ. നെറുകയിലിളവയിൽ തഴുകിയ താമര മലരു പോലോ മനെ, തളരുമൊരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നീയൻ പുണ്യമായി വന്നു ജീവനിൽ, സ്നേഹോദാരമാം
നീറും മണ്ണിനെ വന്നു പുൽകിയോ വിരസമീ മൺപാതയിൽ പതിയുമീ കാൽപ്പാടുകൾ നിയതി വന്നെഴുതിയ കവിതയോ കനവുകളോ നെറുകയിലിളവയിൽ തഴുകിയ താമര മലരു പോലോ മനെ തളരുമുരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ കാലം തന്നൊരാ കുഞ്ഞു തീലി പോ മൂകം നെഞ്ചിലായി നിന്നെ കാത്തു ഞാൻ താനേ വാർന്നു നീ വർഷധാരയായി മാറി എന്നിനി വേനലാളവേ അരുമയായി കൺപീലിയിൽ വിരിയു നീ എൻ സ്വപ്നമായി തെളിയുക പ്രിയമൊരു മധുമയ സൗരഭമായി നെറുകയിലിളവയിൽ തഴുകിയ താമര മലരു പോലോ മനെ തളരുമുരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ അരികിൽ നീ കൊഞ്ചും നാദമാ മടിയിൽ നീ തങ്കത്താലമാ തെളിയുക പ്രിയമൊരു പുലരൊളി പുഞ്ചിരിയ കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി